പുലർമഞ്ഞ് 2025 എന്ന പേരിൽ KCYM സംസ്ഥാന ക്യാമ്പ് ആരംഭിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ച ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ് 2025 മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 23 മുതൽ 25 വരെ നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും അവ മനുഷ്യർക്ക് ഭീഷണിയാവുമ്പോൾ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത് വനംവകുപ്പും സർക്കാരുമാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ജന്തുജീവജാലങ്ങളും സകല ജീവവർഗവും ഒരുമിച്ച് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള സത്യത്തെക്കുറിച്ച് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കാര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും ബൈബിളും വേദപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല. നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അവിടെയാണ് ഒരു കൂട്ടം കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിന് വിഘാതമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് മലയോര ജനതയെന്ന് പറയുന്നത്. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ആമുഖ പ്രഭാഷണവും കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണവും നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ്, കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത്, സംസ്ഥാന കോർഡിനേറ്റർ ജിബി ഏലിയാസ്, സിസ്റ്റർ ഡോക്ടർ നോർബർട്ട് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു. ക്യാമ്പ് ഞായറാഴ്ച 2 മണിയോടെ സമാപിക്കും. സിറ്റി വിഷൻ, കുട്ടിക്കാനം.